ഷീറ്റ് ട്രാൻസ്ഫോമേഴ്സ് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലം ട്രൈ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിട്ടില്ല, ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടർ ഉണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.05 ohms. ഫീൽഡ് എക്സൈറ്റേഷൻ ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇനീഷ്യലി ആർമേച്ചർ വോൾട്ടേജ് 100 volts ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. At an armature voltage of 100 volts, the motor produces a torque of 500 Newton meter at zero speed. Zero speed എന്ന് പറയുമ്പോൾ ബാക്ക് EMF എന്തായിരിക്കും? ബാക്ക് EMF 0 ആയിരിക്കും അല്ലെ? അപ്പോൾ ആ സമയത്ത് മോട്ടർ പ്രൊഡ്യൂസ്, അപ്പോൾ ടോർക്ക് അറ്റ് സീറോ സ്പീഡ് എന്ന് പറയുമ്പോൾ 500 ന്യൂട്ടൺ മീറ്റർ ആണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മെഷീൻ ആയിട്ട് തന്നെ ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടോർക്ക് ഇസ് ഈക്വൽ ടു K into IA. അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നെഗ്ലക്ടിങ് ഓൾ ദ മെക്കാനിക്കൽ ലോസസ്, no load speed of the motor for an armature voltage of 150 volts. സെക്കൻഡ് കേസിൽ ആർമേച്ചർ വോൾട്ടേജ് 150 volts ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ബാക്ക് EMF ഉണ്ടാവും, ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ മെക്കാനിക്കൽ ലോസസ് 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, അതായത് നെഗ്ലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ മെക്കാനിക്കൽ ലോസസ് നെഗ്ലക്ട് ചെയ്യുമ്പോൾ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട് വരുന്നു. നോ ലോഡിൽ മെക്കാനിക്കൽ ലോസസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട് വരുന്നു. ഇപ്പൊ നോ ലോഡ് എന്ന് പറഞ്ഞാൽ മോട്ടറിന്റെ ഷാഫ്റ്റിൽ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കറണ്ട് ഡ്രോ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ആർമേച്ചർ കറണ്ട് IA മോട്ടർ ഡ്രോ ചെയ്യുകയാണെങ്കിൽ EB into IA എന്ന് പറയുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള പവർ ലോസിനെ, മെക്കാനിക്കൽ ലോസിനെ സപ്ലൈ ചെയ്യാം. ഓക്കെ, അറ്റ് നോ ലോഡ് ഈ ഒരു പവർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ലോസസ് ആയി. ഇത് 0 ആയിട്ടാണ് അസ്യൂം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോ ലോഡ് കറണ്ടിനെ 0 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇപ്പൊ നോ ലോഡിൽ ഈ കറണ്ട് 0 ആണെങ്കിൽ IAR ഡ്രോപ്പ് 0 ആയിരിക്കും. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ബാക്ക് EMF തന്നെയായിരിക്കും 150 volts ആവും. ഈ 150 വോൾട്ട് K into ഒമേഗ ആണ്. ഈ K, ഈ രണ്ട് കോൺസ്റ്റന്റ് സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നിന്ന് നമുക്ക് ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. 500 equal to K into I എന്തായിരിക്കും? 100 divided by 0.05. K ന്റെ വാല്യൂ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒമേഗ ഈക്വൽ ടു 150 divided by Q. എന്താ പറഞ്ഞിട്ടുള്ള നോ ലോഡില്, സോറി 0 സ്പീഡിൽ മോട്ടർ 500 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആ സമയത്ത് ഉള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ 100 divided by 0.05. അപ്പൊ ആ ഒരു കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ കറണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ കോൺസ്റ്റന്റ് കിട്ടും. പിന്നെ സെക്കൻഡ് കേസിൽ 150 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 150 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്ക് EMF നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ബാക്ക് EMF is equal to K into ഒമേഗ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ബാക്ക് EMF ഡിവൈഡ് ബൈ K ആണ് ഒമേഗ. ബാക്ക് EMF ആണെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജിൽ നിന്ന് IAR ഡ്രോപ്പിനെ സബ്ട്രാക്ട് ചെയ്യണം. പക്ഷെ ഇവിടെ മെക്കാനിക്കൽ ലോസസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് തന്നെ IA അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ IAR ഡ്രോപ്പ് നെഗ്ലക്ട് ചെയ്യാം. അപ്ലൈഡ് വോൾട്ടേജ് ബാക്ക്. ഇത് ക്ലിയർ ആണോ? ഹലോ സാർ, ആ, ഇതിലിപ്പോ മെക്കാനിക്കൽ ലോസസും കോർ ലോസും അതും സെയിമാ? അങ്ങനെയല്ല. അതായത് നമ്മള് റോട്ടർ എന്താ പറയാ റൊട്ടേറ്റ് ചെയ്യണ സമയത്ത് ഉണ്ടാവുന്ന ലോസ് എന്നാണ് ഉദ്ദേശിച്ചത്. കോർ ലോസ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പറയാലും ആ കറണ്ട് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും.
അതുകൊണ്ടാണ് നമുക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല എന്താണ് ലോസസ് എന്നുള്ളത്. നമുക്ക് ആ കറണ്ടിനെ അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ മെക്കാനിക്കൽ റൊട്ടേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ലോസസ് ആണ് ഒന്ന് കോർ ലോസ്, പിന്നെ ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ്. അപ്പോൾ ലോസ് നെഗ്ലക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് കറണ്ടിനെ അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് എടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഡി സി ജനറേറ്റർ ആണ്. ഒരു ജനറേറ്റഡ് EMF ഉണ്ടാവും, പിന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 145 വോൾട്ട്സിന്റെ ഡി സി ഗ്രിഡിലേക്കാണ്. 145 വോൾട്ട്സ് ഡി സി ഗ്രിഡിലേക്ക് 150 ആംപിയർ കറണ്ട് ഈ ജനറേറ്റർ ഡെലിവർ ചെയ്യുന്നത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫീൽഡ് എക്സൈറ്റേഷൻ അങ്ങനെയാണെങ്കിൽ ജനറേറ്ററിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര കറണ്ടാണ് ഡി സി ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജനറേറ്ററിന്റെ സ്പീഡ്, ഇവിടെ ഡി സി ഗ്രിഡിന്റെ വോൾട്ടേജ് ഓൾറെഡി ഉണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.1 ഓംസ് ആണ്. ജനറേറ്ററിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ബാക്ക് EMF നമ്മൾ കണ്ടുപിടിക്കുക, സോറി ജനറേറ്റഡ് EMF കണ്ടുപിടിക്കുകയാണെങ്കിൽ ജനറേറ്റഡ് EMF മൈനസ് 145 ഡിവൈഡ് ബൈ 0.10 കറണ്ട് കിട്ടാം. അപ്പോൾ സെക്കൻഡ് കേസിൽ, അതായത് സ്പീഡ് 1000 RPM ആകുമ്പോൾ എന്താണ് ജനറേറ്റഡ് EMF എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും ജനറേറ്റഡ് EMF വരിക? 150 ആംപിയർ സപ്ലൈ ചെയ്യുമ്പോൾ 800 RPM 150 ആംപിയർ ആണ് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജനറേറ്റഡ് EMF ഫസ്റ്റ് കേസ് എന്താ വരിക? 145 പ്ലസ് 150 into 0.1 equal to 160 volts at 800 RPM. Separately excited machine ആണ്. So back EMF is proportional to, generated EMF is proportional to flux into speed ആണ്. Flux constant ആണ്. അപ്പോൾ സ്പീഡിനോടാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി വരിക. ഓക്കെ, അപ്പോൾ സ്പീഡ് 800 ആവുമ്പോൾ ജനറേറ്റ് EMF എന്താണ്? 160 ആണ്. സ്പീഡ് 1000 ആവുമ്പോൾ എന്താ വരിക? സെക്കൻഡ് കേസിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, 800 1000 ആക്കി. ഫസ്റ്റ് കേസിന്റെ വോൾട്ടേജിനേക്കാൾ സെക്കൻഡ് കേസിൽ കൂടും. 1000/800. സെക്കൻഡ് കേസിൽ നമുക്ക് 200 വോൾട്സ് ആണ് കിട്ടും. അങ്ങനെ വരുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 200 മൈനസ് 45/0.5. ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്പീഡ് എത്ര ടൈംസ് ഇൻക്രീസ് ആവുന്നു അത്രയും ടൈംസ് ബാക്ക് EMF ഇൻക്രീസ് ആവും. നേരത്തെ 160 ആയിരുന്നു, സ്പീഡ് ഈ ഒരു ഫാക്ടറിൽ ഇൻക്രീസ് ആയി അല്ലെ, 1000/800. അപ്പൊ അതിനനുസരിച്ച് ബാക്ക് ജനറേറ്റഡ് EMF ഇൻക്രീസ് ചെയ്യും. ജനറേറ്റഡ് EMF ഇൻക്രീസ് ചെയ്താൽ കറണ്ട് ഡെലിവർ ടു ഡി സി ഗ്രിഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു DC സീരീസ് മോട്ടറാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.4, ഫീൽഡ് വൈൻഡിങ് സീരീസ് കണക്റ്റഡ് ആണ്. ബാക്ക് 220 വോൾട്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ലോ ടോർക്ക് വേരീസ് ഓഫ് സ്ക്വയർ ഓഫ് ദ സ്പീഡ്. അപ്പോൾ ലോ ടോർക്ക് D is proportional to square of the speed ആണ്. ഡെവലപ്പ് ടോർക്ക് നമുക്കറിയാം, പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറന്റ് ആണ്. സീരീസ് മോട്ടർ ആയാലും ഫ്ലക്സ് ഇസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ്. അതിവിടെ അവർ പറഞ്ഞിട്ടുണ്ട്, ഫ്ലക്സ് ഇൻ ദ മോട്ടർ മേ ബി ടേക്കൺ ആസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സീരീസ് മോട്ടറിൽ ഫ്ലക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ് ആണ്. അപ്പോൾ സീരീസ് മോട്ടർ ആയതുകൊണ്ട് തന്നെ ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡെവലപ്പ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ സ്ക്വയർ, ലോ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് സ്ക്വയർ. അപ്പോൾ ഈ റിലേഷൻ കിട്ടും. അപ്പോൾ ഇനീഷ്യലി
ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യായിരുന്നു. ആർമേച്ചർ കറണ്ട് 30 ആംപിയർ ആണ് ഡ്രോ ചെയ്യുന്നത്. പിന്നെ മോട്ടറിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 50% റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആർമേച്ചറിൽ നമ്മൾ ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര ആഡ് ചെയ്താലാണ് നമുക്ക് 50% റിഡക്ഷൻ സ്പീഡ് വരാനാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 30 ആംപിയർ ആണ്, അപ്പോൾ സ്പീഡ് n ആണെന്ന് വിചാരിക്കാം. സ്പീഡ് സെക്കൻഡ് കേസിൽ എന്താവും, 50% റിഡക്ഷൻ വരും. അപ്പൊ ആ സമയത്ത് ആർമേച്ചർ കറണ്ട് എന്താ വരിക, സെക്കൻഡ് കേസിൽ n/2 ആണ്. സെക്കൻഡ് കേസിൽ ആർമേച്ചർ കറണ്ട് സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു n/2 ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് കേസിൽ എന്താണ് ആർമേച്ചർ കറണ്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ കേസിൽ ആർമേച്ചർ കറണ്ട് 15 ആംപിയേഴ്സ് ആണ് വരിക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പൊ അഡീഷണൽ ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ സർക്യൂട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 0.4 + 1 0.5 വോൾട്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഒരു അഡീഷണൽ റെസിസ്റ്റൻസ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തു. ഒരു ബാക്ക് EMF ഉണ്ട്, 220 വോൾട്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ കേസിൽ കറണ്ട് 15 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുക. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പൊ ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇനി ഒരു വാല്യൂ കൂടെ വേണം, അതായത് ബാക്ക് EMFന്റെ വാല്യൂ കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബാക്ക് EMF ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻടു സ്പീഡ് ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയ കാരണം ബാക്ക് EMF ഇസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട് ടു സ്പീഡ്. അപ്പൊ ഫസ്റ്റ് കേസിൽ ബാക്ക് EMF എന്താ വരിക, EB1 എന്ന് പറഞ്ഞാൽ ആദ്യം 220 വോൾട്സ് കണക്ട് ചെയ്യുമ്പോൾ 30 ആംപിയർ ആണ് ഡ്രോ ചെയ്യുന്നത്. -30 × 0.5 205 ആണ് ഫസ്റ്റ് കേസിൽ ബാക്ക് EMF വരും. EB1 is proportional to IA1 N1. Second case EB2 is proportional to IA2 N2. N2 എന്നാൽ N1/2 ആണ്. EB1/EB2 equal to IA1 divided by IA2. ഇതിന് നമുക്ക് EB1 അറിയാൻ കണ്ടുപിടിച്ചിട്ട് IA1 30 ആംപിയർ ആണ്, IA2 15 ആംപിയർ ആണ്. സെക്കൻഡ് കേസിൽ ബാക്ക് EMF നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് സെക്കൻഡ് കേസിൽ വരുന്ന ബാക്ക് EMF. അപ്പൊ അത് ബാക്ക് EMF മാത്രമേ നമുക്ക് അൺനോൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ 15 is equal to 220 minus 51.25 divided by R. R എന്ന് പറയുന്നത് നമുക്ക് 11.25 കിട്ടും. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അപ്പോൾ ഓൾറെഡി 0.5 എക്സിസ്റ്റിംഗ് ആണ്. 11.25 -0.5. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് DC സീരീസ് മോട്ടറിലെ റിലേഷൻഷിപ്പ് ആണ്. അവർ തന്നിട്ടുള്ള ലോ ടോർക്കിന്റെ പ്രൊപ്പോർഷണാലിറ്റി. ലോ ടോർക്ക് വേരീസ് ആസ് സ്ക്വയർ ഓഫ് ദ സ്പീഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. DC സീരീസ് മോട്ടറിൽ നമുക്കറിയാം ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആർമേച്ചർ കറന്റ്. അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എഴുതി IA സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു N². ഫസ്റ്റ് കേസിൽ ആർമേച്ചർ കറന്റ് 30 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ എ പർട്ടിക്കുലർ സ്പീഡ്. ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ സ്പീഡ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ആർമേച്ചർ കറണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ 15 ആംപിയർ ആണ് സെക്കൻഡ് കേസിലുള്ള ആർമേച്ചർ കറണ്ട് എന്ന് നമുക്ക് കിട്ടും. സെക്കൻഡ് കേസിലുള്ള ആർമേച്ചർ കറണ്ട് കിട്ടി. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ അഡീഷൻ ഉണ്ട് നമുക്കറിയാം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 0.5 ഓംസ് അവിടെ ഉണ്ട്. ആർമേച്ചർ പ്ലസ് ഫീൽഡ് റെസിസ്റ്റൻസ് ആണ് 0.5. അപ്പൊ ഇനി സെക്കൻഡ് കേസിലുള്ള ബാക്ക് EMF കൂടെ കിട്ടിയാൽ നമുക്ക് ഈ അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ ബാക്ക് EMF is proportional to flux into speed ആണെന്ന് പറയാം. ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു കറന്റ് ആണ് DC സീരീസ് മോട്ടർ ആയിട്ടാണ്. ഫസ്റ്റ് കേസിൽ ബാക്ക് EMF V മൈനസ് IARA 205 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സെക്കൻഡ് കേസിലെ ബാക്ക് EMF നമ്മൾ കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് R എക്സ്റ്റേണലിന്റെ വാല്യൂ കിട്ടും. ടോട്ടൽ റെസിസ്റ്റൻസ് പിടിച്ചു, പിന്നെ അതിൽ നിന്ന് 0.5 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ ഓക്കെ, അപ്പൊ മോട്ടോർ റേറ്റഡ് സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. ടെർമിനൽ വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന മോട്ടർ തന്നിട്ടുണ്ട്. T is equal to 70 Newton meter. ഓക്കെ, അപ്പോ എന്താണ് ഡെവലപ്പ് പവർ വരിക? T is equal to ടോർക്ക് ഇൻറ്റു ഒമേഗ. 70 ഇൻറ്റു 2π ഇൻറ്റു 900. റേറ്റഡ് സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. അതിൽ റേറ്റഡ് സ്പീഡ് നമുക്ക് 900 ഡിവൈഡ് ചെയ്ത് 60. ഇതാണ് റേറ്റഡ് പവർ വരിക. സോറി, ഇതാണ് ഡെവലപ്ഡ് പവർ വരിക. ഈ ഡെവലപ്ഡ് പവർ എന്ന് പറയുന്നതാണ് EB ഇൻറ്റു IA. ഇവിടെ നമുക്ക് ഈ കേസിൽ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. EB is equal to 220 minus IA into RA. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ഓക്കെ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതാണ് കറണ്ടിന്റെ വാല്യൂ. കറണ്ട് അപ്രോക്സിമേറ്റ്ലി 30 ആംപിയർ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു DC ഷണ്ട് ജനറേറ്റർ ആണ്. ഇറ്റ് ഡെലിവേഴ്സ് 45 ആംപിയർ അറ്റ് ടെർമിനൽ വോൾട്ടേജ് 220 volts. Terminal voltage 20 volts ആണ് with delivering 45 ampere. Armature resistance 0.01, field resistance 44. And stray losses 375 watts. അപ്പോൾ എന്താണ് എഫിഷ്യൻസി എന്നാണ് പെർസെൻറ്റേജ് എഫിഷ്യൻസി. ഇവിടെ 45 ആംപിയർ ആണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഔട്ട്പുട്ട് പവർ എന്താണ് അതിന്റെ ഔട്ട്പുട്ട് പവർ 220 to 45. ഫീൽഡ് കോപ്പർ ലോസ് എന്താ പറയുക? 220 സ്ക്വയർ ഡിവൈഡ് ബൈ 45. ഫീൽഡ് റെസിസ്റ്റൻസിന്റെ ഒരു കോപ്പർ ലോസ്. ആർമേച്ചർ കറണ്ട് 45 പ്ലസ് 5 50 ആംപിയർ ആണ് ആർമേച്ചർ കറണ്ട്. ആർമേച്ചർ കോപ്പർ ലോസ്
50 square into 0.0. ഓക്കെ, പിന്നെ സ്ട്രെയിൻ ലോഡ് ലോസ്, അതായത് മെക്കാനിക്കൽ ലോസസും ബാക്കി ലോസസ് ഒക്കെ തന്നിട്ടുണ്ട്. 375. എന്താ എഫിഷ്യൻസി വരിക? ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. Field copper loss 220 square divided by 44. 1100. Armature copper loss in the 50 square into 0.04. 25. In a stray load losses. Percentage efficiency in the 26.8. മനസ്സിലാവും, ഡൗട്ട് ഉണ്ടോ അല്ലേ? സാർ ഇൻപുട്ട് പവർ എത്ര വരാൻ? ഇൻപുട്ടോ ഷാഫ്റ്റ് പവറോ? അത് ആണോ? EG into IA ഇൻപുട്ട് പവർ അല്ല, പിന്നെ മെക്കാനിക്കൽ ലോസസും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ കൂട്ടിയിട്ടായിരിക്കും ഇൻപുട്ട് പവർ വരാം. അതും കൂടി സപ്ലൈ ചെയ്യണത് EG-ന്റെ അല്ലല്ല, ഇവിടെ എന്താ പറയാ, നമ്മള് ഇതിപ്പോ ഒരു ഷാഫ്റ്റിലേക്ക് കണക്റ്റഡ് ആണല്ലോ. ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടാവും, ടർബൈൻ ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിന്നെ മെക്കാനിക്കൽ ലോസ് കഴിഞ്ഞിട്ട് ബാക്കിയാണ് EG into IA വരിക. പിന്നെ ആർമേച്ചർ കോപ്പർ ലോസും ഫീൽഡ് കോപ്പർ ലോസും കഴിഞ്ഞിട്ടുള്ള പവറാണ് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. എഫിഷ്യൻസി ഔട്ട്പുട്ട് ബൈ ഇത് മൈനസ് ചെയ്താലും എഫിഷ്യൻസി നമുക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ എഫിഷ്യൻസി. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് അല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സിംഗിൾ ഫേസ് 2 winding ട്രാൻസ്ഫോമർ ഉണ്ട്. അതിന് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് റീകണക്ട് ചെയ്തിരിക്കാം. അപ്പോൾ മാക്സിമം KVA റേറ്റിംഗ് എന്താണ് നമുക്ക് കിട്ടുന്നത്? 22 KVA ട്രാൻസ്ഫോമർ ആണ്. $2,200 220. 22 KV ആണ്. അപ്പൊ പ്രൈമറി കറണ്ട് റേറ്റിംഗ് എന്തായിരിക്കും സെക്കൻഡറി കറണ്ട് റേറ്റിംഗ്? അപ്പൊ ഈ 2200 എന്ന് പറയുന്ന വൈൻഡിങ്ങിന്റെ കറണ്ട് റേറ്റിംഗ് എന്താ വരിക? 22 KVA ഡിവൈഡ് ബൈ 2200 എന്തായിരിക്കും വരിക? 10 ആംപിയർ ആണ് ഈ ഒരു പ്രൈമറി, അതായത് ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിന്റെ കറണ്ട് റേറ്റിംഗ് വരാം. ഈ ഒരു വൈൻഡിങ്ങിന്റെ കറണ്ട് റേറ്റിംഗ് 100 ആംപിയർ. 22 KVA ആണ് റേറ്റഡ് പവർ. അപ്പോൾ ആ റേറ്റഡ് പവറിന് നമ്മൾ റേറ്റഡ് KVA സപ്ലൈ ആണെങ്കിൽ ഈ പ്രൈമറി വൈൻഡിങ്ങിൽ 10 ആംപിയർ, സെക്കൻഡറിയിൽ 100 ആംപിയർ ആയിരിക്കും കറണ്ട് റേറ്റിംഗ്സ്. ഇനി ഈ ഒരു 2 winding ട്രാൻസ്ഫോമറിനെ നമ്മൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് റീകണക്ട് ചെയ്തു. നമുക്ക് 2420 വോൾട്ട്സ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. നമ്മുടെ പ്രൈമറി വൈൻഡിങ്, അതായത് നമ്മുടെ ഈ ഒരു 2200 വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള വൈൻഡിങ്ങിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു. ഈ ഒരു സെക്കൻഡറി വൈൻഡിങ്ങിനെ, അതായത് 220 വോൾട്ട്സ് റേറ്റിംഗ് ഉള്ള ഈ വൈൻഡിങ്ങിനെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇത് പോസിബിൾ ആയിട്ടുള്ള കണക്ഷൻ ആണ്. കാരണം നമുക്ക് ഔട്ട്പുട്ട് 2420 വോൾട്ട്സ് കിട്ടും. ഓക്കെ,
ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ കണക്ട് ചെയ്യാം. ഒരു 220 വോൾട്ട്സ് വൈൻഡിങ് ആവും, ഇത് 2200 വോൾട്ട്സ്. ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് 2420 വോൾട്ട്സ് കിട്ടും. ഓക്കെ, ഈ രണ്ട് കേസിലും നമുക്ക് ഔട്ട്പുട്ട് അവർ പറഞ്ഞത് കിട്ടും. പക്ഷെ മാക്സിമം KVA ഏത് കേസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സപ്പോസ് ഒരു ഔട്ട്പുട്ട് ഒരു കറണ്ട് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു 220 വോൾട്ട് വൈൻഡിങ്ങിലൂടെ ഡയറക്ട്ലി പാസ് ചെയ്യും അല്ലെ. അപ്പോൾ ഇതിന്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 100 ആംപിയർ ആണ്. നമുക്ക് 100 ആംപിയർ ഇതിലൂടെ മാക്സിമം പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറുടെ KVA എന്താണ്? ഔട്ട്പുട്ട് വോൾട്ട് 2420 ഇൻറ്റു 100 ആണ് KVA. അതായത് 242 KVA ആണ് ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ്. ഇവിടെ ആകുമ്പോഴോ ഈ കണക്ഷനിൽ നമുക്ക് ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് മാത്രം 10 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന KVA റേറ്റിംഗ് എന്ന് പറയുന്നത് 2420 ഇൻറ്റു 10 ആണ്, 24.2 KVA. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസും ഉണ്ട് ഇതിൽ. ഓപ്ഷൻ ബി 24.2 ആണ്, ഓപ്ഷൻ സി 242 KVA. അപ്പോൾ ഇതില് മാക്സിമം KVA വരുന്നത് 242 ആണ്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ കണക്ട് ചെയ്താണ് നമുക്ക് മാക്സിമം KVA ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ 100 ആംപിയർ ഡ്രോ ചെയ്യുമ്പോൾ അത് ഔട്ട് ഓഫ് ദ ഡോട്ട് 100 ആംപിയർ പോവാണെങ്കിൽ ഈ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിലെ കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും കറണ്ടിന്റെ വാല്യൂ വരിക ഈ വൈൻഡിങ്ങില്? നമ്മളിവിടെ 100 ആംപിയർ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻടു ദ ഡോട്ട് ആയിട്ട് നമുക്ക് 10 ആംപിയർ ഫ്ലോ ചെയ്യണം അല്ലെ. ഇവിടെ എന്താ വരിക? 110. So 110 into 2200 എന്ന് പറഞ്ഞാൽ 242 KVA. ലോസസ് നെഗറ്റീവ് ആണെങ്കിൽ ഇൻപുട്ട് KVA കിട്ടും. ഇൻപുട്ട് ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് KVA കിട്ടും, ഔട്ട്പുട്ട് KVA. ഇവിടെ ട്രാൻസ്ഫോമർ ആക്ഷൻ കാരണം നമ്മൾ ഒരു 100 ആംപിയർ ഔട്ട്പുട്ട് ഡോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു 10 ആംപിയർ ഇൻപുട്ട് ഡോട്ട് ട്രാൻസ്ഫോമർ ആക്ഷൻ കാരണം ഇവിടെ ഫ്ലോ ചെയ്യും. അപ്പോൾ ടോട്ടൽ കറണ്ട് ഡ്രോ ചെയ്യുന്നത് 110 ആംപിയർ. ഇവിടെ V/F എല്ലാ കേസിലും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, 400/50, 200/25 പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ള വാല്യൂല് 416/50. ഇതിലെല്ലാ കേസിലും V/F 8 ആണ് വരുന്നത്. V/F കോൺസ്റ്റന്റ് ആണെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരിക്കും. എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ AF plus BF square ആയതാണ്. ലോസ് ഡിവൈഡ് ബൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കും, A plus BF. ഫസ്റ്റ് കേസിൽ റേറ്റഡ് കണ്ടീഷനിൽ 5000 ആണ് ലോസ് വരുന്നത്, A plus 50B. ഇത് ഫ്രീക്വൻസി ഹാഫ് വോൾട്ടേജും ഹാഫ് ആകുമ്പോൾ ലോസ് 2000 ആണ് വരുന്നത്. 2000 ഡിവൈഡഡ് ബൈ 25 ആണ് A plus 25. ഇത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് B കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 25 is equal to 1000/15. B equal to 0.8. B 0.8 കിട്ടിയാൽ ഇത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എക്സ്ക്യൂട്ട് ചെയ്താൽ എയുടെ വാല്യൂ.
A equal to 16. അങ്ങനെയാണെങ്കിൽ 416 വോൾട്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യും. 416 വോൾട്ട് 52 ഹെർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഹിസ്റ്ററിസിസ് ബൈ എഡി കറന്റ് ലോസ്? ആൻസർ വരാം. One point 44. For A into F plus B into F square. Sorry, A into F divided by B into F square. A എന്ന് പറഞ്ഞാൽ 60 into 52 divided by 0.8 into 52 square. നെഗറ്റീവ് സീക്വൻസ് എന്ന് പറഞ്ഞാല് എന്താണ് ഫേസ് സീക്വൻസ് വരെ? ഓക്കെ, അപ്പൊ ഇവിടെ ട്രാൻസ്ഫോർമറിനെ നമ്മൾ നെഗറ്റീവ് സീക്വൻസ് വോൾട്ടേജ് വെച്ചിട്ടാണ് എക്സൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ കണ്ടീഷനിൽ സെക്കൻഡറി സൈഡ് ലൈൻ ടു ലൈൻ വോൾട്ടേജും പ്രൈമറി സൈഡ് ലൈൻ ടു ലൈൻ വോൾട്ടേജും ഇത് തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചത്. നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് എ സി ബി ഫേസ് സീക്വൻസ് വെച്ചിട്ടാണ്, നെഗറ്റീവ് സീക്വൻസ് ആണല്ലോ. അപ്പോ നമ്മൾ എ സി ബി ഫേസ് സീക്വൻസ് വെച്ച് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും ഫേസ് സീക്വൻസ് വരിക. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് നെഗറ്റീവ് സീക്വൻസ് ഫേസ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ക്രോസ്, അതായത് പ്രൈമറിയുടെ ക്രോസ് വരുന്ന വോൾട്ടേജ് വി എ എൻ, വി ബി എൻ, വി സി എൻ പറയുന്ന വോൾട്ടേജ് ഈ സീക്വൻസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈമറി വി എ എൻ്റെ ക്രോസ് വരുന്ന വോൾട്ടേജ് ഫേസർ ഇതാണെങ്കിൽ ഇൻ ഫേസ് വോൾട്ടേജ് ആയിരിക്കും ഈ ഒരു വൈൻഡിങ്ങിലും. അപ്പൊ ഇവിടെ സെയിം ഓറിയന്റേഷൻ ഉള്ള വൈൻഡിങ്, അതുപോലെ ഡോട്ട്. അപ്പൊ വി എൻ്റെ അതേ വോൾട്ടേജ് ഇൻ ഫേസ് വോൾട്ടേജ് ആയിരിക്കും ഇവിടെ വരിക. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി, അതായത് സെക്കൻഡറി സൈഡിലെ വി സ്മോൾ ഐ സ്മോൾ ബി. അപ്പോ സെയിം ഫേസ് സീക്വൻസ് തന്നെയായിരിക്കും വി എ ബിക്ക് വരിക. ഡിപ്പെൻഡിങ് ഓൺ ടേൺസ് റേഷ്യോ മാഗ്നിറ്റ്യൂഡ് മാറാം. സപ്പോസ് നമ്മൾ ടേൺസ് റേഷ്യോ 1:1 ആണ് അസ്യൂം ചെയ്താൽ വി എ ബിയും ഈ ഒരു പോയിന്റിൽ തന്നെയാണ്, ഈ ഒരു ഫേസർ തന്നെയായിരിക്കും, ഫേസറിനോട് പാരലൽ. അപ്പോ അവര് ചോദിച്ചിട്ടുള്ളത് സ്മോൾ വി എ ബി ക്യാപിറ്റൽ വി എ ബി തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് ആണ്. ക്യാപിറ്റൽ വി എ ബി എവിടെ വരിക? വി എ മൈനസ് വി എ എൻ മൈനസ് വി ബി എൻ ആണ് ക്യാപിറ്റൽ വി എ ബി. ഇതാണ് മൈനസ് വി ബി എൻ വരിക. ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഈ ഒരു പാരലൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതായിരിക്കും വി എ ബി വരിക. ഈ ആംഗിൾ എത്ര വരിക? $30. അപ്പൊ ഏതാ ആൻസർ? ക്യാപിറ്റൽ വി എ ബി lags by 30°. ഇത് ക്ലിയർ അല്ല എല്ലാവർക്കും?
ഇവിടെ ഡി സി മെഷീൻ ഡ്രോ ചെയ്യുന്ന കറണ്ട് 40 ആംപിയർ ആണ്. സോറി, ഡി സി മോട്ടോർ ഡ്രോ ചെയ്യുന്ന കറണ്ട് 40 ആംപിയർ ആണ്. അപ്പോ ഇവിടെ ലാബ് കണക്റ്റഡ് വൈൻഡിങ് ഇല്ല. അപ്പൊ എത്ര പാരലൽ പാത്ത് ഉണ്ടാവും ഇവിടെ? ഇവിടെ 4 മെഷീൻ ആയതുകൊണ്ട് 4 പാരലൽ പാത്ത്സ് ഉണ്ടാവും. അപ്പോൾ 40 ആംപിയർ ഓരോ പാരലൽ പാത്തിലും ഈക്വലി ഡിവൈഡ് ആകുമ്പോൾ ഓരോ പാത്തും ക്യാരി ചെയ്യുന്ന കറണ്ട് 10 ആംപിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ കണ്ടക്ടർ ക്യാരി ചെയ്യുന്ന കറണ്ട് 10 ആംപിയർ ആയിരിക്കും. പക്ഷെ ഔട്ട്പുട്ടിലാണ് നമുക്ക് ഡി സി കറണ്ട് വരിക. പക്ഷെ കണ്ടക്ടർ ക്യാരി ചെയ്യുന്ന കറണ്ട് ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും അല്ലെ? ഓട്ടോമാറ്റിക് ആയിരിക്കും അത്. അപ്പോൾ ഡി സി മെഷീനിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓൾമോസ്റ്റ് ഈ കറണ്ട് ട്രപ്പിസോയിഡൽ വേവ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ 40 ആം ഡി സി ആയിരിക്കില്ല ഒരിക്കലും. കണ്ടക്ടർ കാണുന്ന കറണ്ട് എപ്പോഴും ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. പക്ഷെ അത് സൈനസോയിഡൽ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ല ഡി സി മെഷീനിൽ, ട്രപ്പിസോയിഡലാണ്. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ് ടി എം വോൾട്ടേജും കറണ്ട് വേവ് ഫോംസും ഈ ഒരു വേവ് ഷേപ്പ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ ആണ്. റേഷ്യോ ഓഫ് ദ ഫേസ് കറണ്ട്സ് ഇൻ ദ ഡെൽറ്റ സൈഡ് ടു സ്റ്റാർ സൈഡ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സൈഡിലെ ലൈൻ കറണ്ട്സ് എന്നത് ചോദിച്ചിരിക്കുന്നത് ഫേസ് കറണ്ട്സിന്റെ റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു കറണ്ടാണ് ഫേസ് കറണ്ട് വരെ. ഡെൽറ്റ സൈഡിൽ പ്രൈമറി സൈഡിൽ ഫേസ് കറണ്ട് IA ആണെങ്കിൽ സെക്കൻഡറി സൈഡിൽ ഇതാണ് ഫേസ് കറണ്ട് വരെ. അപ്പോ ഇതിന്റെ ടേൺസ് റേഷ്യോന്റെ, അതായത് പ്രൈമറി ടു സെക്കൻഡറി വരുന്ന ടേൺസ് റേഷ്യോ എന്താ പറയുക? N1:N2. പ്രൈമറി വോൾട്ടേജ് 110 kV ആണ്, ലൈൻ ടു ലൈൻ വോൾട്ടേജ്. സെക്കൻഡറി ലൈൻ ടു ലൈൻ വോൾട്ടേജ് 11 kV ആണ്. സെക്കൻഡറി ഫേസ് വോൾട്ടേജ് 11 kV by √3. 10√3 ഡിവൈഡ് ബൈ 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സൈഡ് ടു സ്റ്റാർ സൈഡിന്റെ വോൾട്ടേജിന്റെ റേഷ്യോ ആണ് N1/N2. അപ്പൊ കറണ്ട്സിന്റെ റേഷ്യോ എന്തായിരിക്കും? N2/N1 ആയിരിക്കും. അപ്പോ N2/N1 ആണ് കറണ്ട്സിന്റെ, അതായത് ഡെൽറ്റ ടു സ്റ്റാർ സൈഡിലുള്ള ഫേസ് കറണ്ട്സിന്റെ റേഷ്യോ N2/N1 ആയിരിക്കും. 1/10√3. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ 6 kV കറക്റ്റ്. 100 to 200 വോൾട്സിന്റെ ഒരു സിംഗിൾ ഫേസ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. ഇത് 100 വോൾട്സ്. അപ്പോ ഈ സൈഡിലെ കറണ്ട് എന്താ പറയാ? 20 ആംപിയർ ആയിരിക്കും. 2 kV ആണ് റേറ്റഡ് KVA. ഇവിടെ 10 ആംപിയർ ആയിരിക്കും കറണ്ട് വരാം. ഇത് ഇറ്റ് ഇസ് റീകണക്റ്റഡ് ആസ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ഇത് ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് റീകണക്ട് ചെയ്യുമ്പോൾ എന്താണ് മാക്സിമം KVA റേറ്റിംഗ്? നമ്മൾ ഈ രീതിയിൽ റീകണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് മാക്സിമം ആയിട്ട് വരും. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, സോറി, ഇവിടെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുമ്പോൾ 20 ആംപിയർ ആയിരിക്കും. ഇത് 300 വോൾട്സ് 20 ആംപിയർ വരും. 6 kV. 200 നമ്മൾ ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മാക്സിമം 3 kV കിട്ടും. നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെ
അപ്പോൾ ഇവിടെ 20 ആംപിയർ പാസ് ചെയ്താൽ ഇവിടെ 10 ആംപിയർ വരും. ഔട്ട്പുട്ട് കറണ്ട് 30 ആംപിയർ. ഇപ്പോൾ ഇവിടെ 2 ട്രാൻസ്ഫോമേഴ്സ് 1000 kVA ലോഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഇംപിഡൻസിന് ചെറിയൊരു മിസ്മാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു ഈക്വിവാലൻസ് അപ്പൊ ആക്ച്വലി എന്താണ് ഒരു 2 ട്രാൻസ്ഫോമേഴ്സ് പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം ലോഡാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മൾ സെയിം വോൾട്ടേജ് സോഴ്സ് ആണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുക. ഒരു 1000 kVA ലോഡിന് ലോഡ് ഷെയർ ചെയ്യാൻ വേണ്ടി 2 ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് പാരലൽ ചെയ്യും. പക്ഷെ അതിന്റെ ഇംപിഡൻസിന് ചെറിയൊരു മിസ്മാച്ച് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈക്വൽ സർക്യൂട്ട് എങ്ങനെ വരാം? നമ്മൾ പാരലൽ ഓപ്പറേഷൻ കഴിക്കുമ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫോമറിന്റെ ഇംപിഡൻസ് Z1, സെക്കൻഡ് ട്രാൻസ്ഫോമറിന്റെ Z2. ഇവിടെ നമ്മൾ റേറ്റഡ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുക. 1 per unit വോൾട്ടേജ് ആയിരിക്കും. ലോഡ് 2 ട്രാൻസ്ഫോമേഴ്സും ഈ ഒരു കറണ്ട് അതിനെ എങ്ങനെ ഷെയർ ചെയ്യാം? ഈ ഒരു ഇംപിഡൻസിന്റെ അപ്പൊ ഇതിന്റെ കറണ്ട് ഡിവിഷൻ എങ്ങനെയായിരിക്കും? ഡിപ്പെൻഡിങ് ഓൺ ഈ ഇംപിഡൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ സെക്കൻഡ് ട്രാൻസ്ഫോമറിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടില്ല. അപ്പോ ഈ ഒരു കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു റേഷ്യോയില് ഈ ഒരു ഇംപിഡൻസ് റേഷ്യോന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അപ്പൊ ഈ ഒരു ഫാക്ടർ ആയിരിക്കും നമ്മൾ 1000 kVA ഷെയർ ചെയ്യും. അപ്പോ പവർ ട്രാൻസ്ഫർ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരാം? ഫൈവ് ബൈ 9 ആയിരിക്കും. അപ്പൊ I2 എന്ന് പറയുന്നത് I2ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5/9 5 ആയിരിക്കും. അപ്പൊ ഈ ഒരു റേഷ്യോയിലായിരിക്കും പവർ ഷെയർ. അപ്പോ KVA ഷെയർഡ് ബൈ P2 is equal to ഇംപിഡൻസ് എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണെങ്കിൽ ഈ 2 ട്രാൻസ്ഫോമേഴ്സും 500 ഈച്ച് ആണ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇംപിഡൻസ് മിസ്മാച്ച് കാരണം ഒരു ട്രാൻസ്ഫോമർ കുറച്ച് കൂടുതൽ KVA സപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നേരത്തെ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് തന്നിരിക്കുന്നത് 500 kVA റേറ്റിംഗ്. അപ്പൊ ആ ഷെയർ അതെങ്ങനെയാണ് കിട്ടണ? അതാ പറഞ്ഞ 500 kVA റേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ആണെങ്കിലും അത് അതിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന മിസ്മാച്ച് കാരണം ഇംപിഡൻസിൽ ചേഞ്ച് വരുന്നുണ്ട്. അതിന്റെ ലീക്കേജ് ഇംപിഡൻസും റെസിസ്റ്റൻസും വരുന്ന ചേഞ്ച്. അപ്പൊ ആ ചേഞ്ച് ആണ് ആക്ച്വലി എത്ര പവർ ആണ്. അപ്പൊ അത് രണ്ടും എക്സാക്ട്ലി സെയിം ആണെങ്കിൽ റേറ്റഡ് ആയിട്ടുള്ള പവർ തന്നെയാണ് ഷെയർ ചെയ്യാം. അതിന്റെ മിസ്മാച്ച് കാരണം കുറച്ച് ഓവർലോഡ് ആയി സെക്കൻഡ് ട്രാൻസ്ഫോമർ.
ഈവൻ ദോ റേറ്റഡ് 500 ആണെങ്കിലും കുറച്ച് ഓവർലോഡ് സപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, കാരണം അതിന്റെ ഇൻഫ്ലുവൻസ് മിസ്മാച്ച് ആണ്. ഓക്കെ. ഇവിടെ ഒരു 200 400 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിന് 20 kVA ഒക്കെ റേറ്റഡ് ആയിട്ടുള്ള 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിന് ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് റീകണക്ട് ചെയ്തു. അതിന്റെ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അത് 200 600 വോൾട്ട്സ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ്. ഇതാണ് 400 വോൾട്ട് നമുക്ക് ഇവിടെ 600 വോൾട്ട്സ്. അപ്പോൾ a resistive load of 12 ohm is connected to the high voltage side of the auto transformer. അപ്പോൾ ഇവിടെ ഇത് 200 വോൾട്ട് സൈഡ്, ഇതാണ് 600 വോൾട്ട് സൈഡാണ് ഹൈ വോൾട്ടേജ് സൈഡ്. ഇവിടെ നമ്മൾ ഒരു 12 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ഈക്വിവാലന്റ് ലോഡ് റെസിസ്റ്റൻസ് ആസ് സീൻ ഫ്രം ദ ഇൻപുട്ട് ലോ വോൾട്ടേജ് സൈഡ്. ഇൻപുട്ട് ലോ വോൾട്ടേജ് സൈഡിൽ നിന്നും നമ്മളിവിടെ ഒരു 200 വോൾട്ട്സ് സപ്ലൈ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ 600 കിട്ടും. അപ്പൊ 12 ഓംസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈക്വിവാലന്റ് ലോഡ് റെസിസ്റ്റൻസ് ആസ് സീൻ ഫ്രം ദ ലോ വോൾട്ടേജ് സൈഡ്. ലോ വോൾട്ടേജ് സൈഡിൽ നിന്ന് ഒരു കറന്റ് ഡ്രോ ചെയ്യും. അപ്പോൾ ഈക്വിവാലന്റ് ലോഡ് റെസിസ്റ്റൻസ് ആസ് സീൻ ഫ്രം ദ ലോ വോൾട്ടേജ് സൈഡ്, അതായത് 200 ഡിവൈഡ് ബൈ I ആണ് ഈക്വിവാലന്റ് റെസിസ്റ്റൻസ് സീൻ ഫ്രം ദ LV സൈഡ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വെക്കുമ്പോൾ എന്തായിരിക്കും ഈ കറണ്ടിന്റെ വാല്യൂ? ഈ കറണ്ട് എന്താ കിട്ടുക? 600 ഡിവൈഡ് ബൈ 12. ഇത് 50 ആംപിയർ ആണ് ഇതിന്റെ കറണ്ട് വരും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതിന്റെ റേറ്റഡ് കറണ്ട് തന്നെയാണ്. ഇതിന്റെ റേറ്റഡ് കറണ്ട് 50 ആംപിയർ ആണ്. ഇതിന്റെ 100 ആംപിയർ ആയിട്ട് 20 kVA. ഓക്കെ, ഇവിടെ 50 ആംപിയർ ഒഴിക്കുമ്പോൾ ഇവിടെ എന്താ വരിക? 100 ആംപിയർ ഡ്രോ ചെയ്യും. അപ്പൊ I എന്ന് പറഞ്ഞ കറണ്ടിന്റെ വാല്യൂ എന്താ വരിക? 150 ആംപിയർ ആയിരിക്കും ഐയുടെ വാല്യൂ. R equivalent എന്ന് പറയുന്നത് 200 divided by 1. Four by 3, so 1.33. Correct. അപ്പോൾ ഇവിടെ ഒരു DC മോട്ടറിന്റെ ഫ്ലക്സ് പെർ പോൾ, നമ്പർ ഓഫ് പോൾസ്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, പാരലൽ പാത്സ്, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോ ബാക്ക് EMF എന്താ വരിക? ഇപ്പോൾ മോട്ടർ റൺസ് 1000 RPM. 1000 RPM മോട്ടർ റൺ ചെയ്യണമെങ്കിൽ ഇതാണ് ബാക്ക് EMF വരിക. ഫ്ലക്സ് പെർ പോൾ ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻറ്റു സ്പീഡ് ഇൻ RPM, number of poles divided by 60 into number of parallel paths. Substitute ചെയ്യുമ്പോൾ number of conductors 666,000 RPM, number of poles 4 divided by 60 into 2. എന്താ പറയുക? 22 volts അല്ല. ബാക്ക് EMF ഈ ഒരു കണ്ടീഷനിൽ എന്താണ് വരിക എന്നുള്ളത് മനസ്സിലായി. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇത് സപ്ലൈ എന്നത് ഒരു 230 വോൾട്ട്സിൽ നിന്നാണ്. ഇത് 222 ആണ് കിട്ടിയത്. 0.2
267 ഓംസ് ആണ് ആർമേച്ചർ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ആർമേച്ചർ കറണ്ട് എന്താ വരാം? ആർമേച്ചർ കറണ്ട് IA ഡിഫറൻസ് പറയുന്നത് 8 വോൾട്സ് ആണ്. 8 ഡിവൈഡ് ബൈ 0.267 approximately 30 ആണ്. 29.96. ഓക്കെ, ഇനി ആർമേച്ചർ റിയാക്ഷൻ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഫ്ലക്സ് പെർ പോൾ, അതായത് ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഫ്ലക്സ് പെർ പോൾ അല്ല ചേഞ്ച് വരും. നെറ്റ് ഫ്ലക്സ് നെഗ്ലിജിബിൾ ആയിട്ട് തന്നെ നമ്മൾ ഫ്ലക്സ് പെർ പോൾ അതേപോലെ തന്നെ എടുത്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ടോർക്ക് ഈ ഒരു കണ്ടീഷനിൽ റൊട്ടേഷണൽ ലോസസ് 600 ആണെങ്കിൽ ഔട്ട്പുട്ട് ടോർക്ക് എന്താണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡെവലപ്ഡ് പവർ എന്താ വരിക? ഈ ഡെവലപ്ഡ് is equal to 222 into 29.96. അതാണ് EB into IA. അപ്പൊ ഈ പവറിൽ നിന്ന് ലോസ് കുറച്ചാൽ നമുക്ക് ഷാഫ്റ്റ് പവർ കിട്ടും. ഓക്കെ, ഈ ഷാഫ്റ്റ് നിന്ന് ലോസ് കുറയ്ക്കാം. P developed minus P loss. ടോർക്ക് എന്താ വരിക? ടോർക്ക് is equal to P shaft divided by omega. Omega ആണ് 2.2,000 divided by 60. Approximately 57 level. ഹലോ സർ, ഇതിലെ റേറ്റഡ് കണ്ടീഷൻസ് അല്ല ഈ 10 HP ഒക്കെ വന്നിട്ടില്ലേ? 10 HP 37.5 അതെന്ന് പറയുന്നത് ഇപ്പോൾ 230 വോൾട്ടില് സപ്ലൈ കൊടുക്കുമ്പോൾ വരുന്ന പാരാമീറ്റേഴ്സ് അല്ല. അത് അതിന്റെ റേറ്റഡ് പവർ ആണ്. 10 HP ലോഡ് റേറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ഈ എന്താ പറയാ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട് ആണ്. റേറ്റഡ് കണ്ടീഷൻസിലുള്ള കറണ്ടാണ്. പക്ഷെ അത് സ്പീഡ് ആ കേസിലുള്ള സ്പീഡ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അവർ ഗിവൺ കണ്ടീഷനിലെ സ്പീഡാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗിവൺ കണ്ടീഷനിലെ സ്പീഡും ബാക്കി ഇൻഫർമേഷനും വെച്ച് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ബാക്ക് EMF എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പോഴാണ് നമുക്ക് കറണ്ട് ഇൻഫർമേഷൻ അവിടെ കിട്ടുക. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അത് ആക്ച്വലി റേറ്റഡ് കണ്ടീഷൻ അല്ല മനസ്സിലാവും. നമ്മൾ കണ്ടുപിടിച്ച കറണ്ട് റേറ്റഡിനേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ റണ്ണിങ് at 1000 RPM on no load when armature terminals are connected to 200 volt DC source. ആർമേച്ചർ റെസിസ്റ്റൻസ് 1 ohm ആണ്. ഇതൊരു 200 volts DC സോഴ്സ് ആണ്. ഓക്കെ, നോ ലോഡ് ആർമേച്ചർ കറണ്ട് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോ ലോഡിലാണ് 1000 RPM റൺ ചെയ്യുന്നത്. നോ ലോഡ് ആർമേച്ചർ കറണ്ട് IA നോ ലോഡ് അപ്രോക്സിമേറ്റ്ലി 0 ആണ്. അങ്ങനെയാണെങ്കിൽ നോ ലോഡിൽ ഉള്ള ബാക്ക് EMF എന്താ പറയുക? ബാക്ക് EMF നോ ലോഡ് എന്ന് പറയുന്നത് 200 volts ആയിരിക്കും. അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. നമുക്കറിയാം K into ഒമേഗ ആണ്. അല്ലെങ്കിൽ K into N എന്ന് പറയാം. ഇത് നമുക്ക് ബാക്ക് സ്പീഡ് തന്നിട്ട് 1000 RPM നടന്നിട്ടുണ്ട്. K into ഒമേഗ എന്ന് എഴുതുകയാണെങ്കിൽ K into 2pi 2000 by 60. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് കിട്ടും അപ്രോക്സിമേറ്റ്ലി 1.91. ഇനി അവരെന്താ പറഞ്ഞില്ല? അപ്പൊ ഇനി അവർ പറഞ്ഞിട്ടുള്ളത് മോട്ടോർ ഇസ് ഡെവലപ്പിംഗ് ദ ഫുൾ ലോഡ് ടോർക്ക്. ആ കേസിൽ ആർമേച്ചർ വോൾട്ടേജ് സെറ്റ് സോ ദാറ്റ് മോട്ടോർ സ്പീഡ് ഇസ് 500 RPM. ഫുൾ ലോഡ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ മോട്ടറിന്റെ സ്പീഡ് 500 RPM ആണ്. പിന്നെ 50% ലോഡ് ടോർക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ under the same armature voltage, speed rises to 550 RPM. So first case,
ടോർക്ക് ഫുൾ ലോഡ് ടോർക്ക് ആവുമ്പോൾ ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. ഫുൾ ലോഡ് കറണ്ട് ആണ് ഫസ്റ്റ് കേസിൽ ഡ്രോ ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ ടോർക്ക് എന്തായി 50% റിഡക്ഷൻ ആയി. അങ്ങനെയാണെങ്കിൽ ആർമേച്ചർ കറണ്ട് എന്താവും? IA2 0.5 IA1. അപ്പൊ രണ്ടാമത്തെ കേസിൽ ടോർക്ക് 50% റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. കാരണം എന്താ, ആക്ച്വലി ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻ ടു കറണ്ട്. ഇവിടെ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്, സെപ്പറേറ്റ് എക്സൈറ്റഡ് DC മോട്ടർ ആയിട്ട് ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഫസ്റ്റ് കേസിൽ ഫുൾ ലോഡ് ടോർക്കിൽ ഫുൾ ആർമേച്ചർ കറണ്ട് ഡ്രോ ചെയ്യും. സെക്കൻഡ് കേസിൽ ആർമേച്ചർ കറണ്ട് 50% ഓഫ് ദ ഫുൾ ലോഡ് ആർമേച്ചർ കറണ്ട് ആവും. ഇതാണ് IA1 എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് ആർമേച്ചർ കറണ്ട്. ഇപ്പൊ രണ്ട് കേസിലും നമ്മൾ ആർമേച്ചർ വോൾട്ടേജ് സെയിം ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കേസിലും ടെർമിനൽ വോൾട്ടേജ് V ആണ്, 200 അല്ല. അതൊരു ആർമേച്ചർ വോൾട്ടേജ് സെറ്റ് സോ ദാറ്റ് റോട്ടർ ഇസ് 500 RPM എന്നാണ് പറയുന്നത്. അതായത് അത് ഒരു പുതിയ വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് റോട്ടർ ഇസ് റൊട്ടേറ്റിംഗ് അറ്റ് 500 RPM. ആ കേസിൽ ഫുൾ ലോഡ് കറണ്ട് ഡ്രോ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ സെയിം വോൾട്ടേജ് വെച്ചിട്ട് തന്നെ സ്പീഡ് ഇസ് റൈസിംഗ് ടു 520 RPM. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫുൾ ലോഡ് ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കാനാണ് നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബാക്ക് EMF കോൺസ്റ്റന്റ് നമുക്ക് അറിയാം. ഫസ്റ്റ് കേസിലെ ബാക്ക് EMF എന്താ വരാം? 1.91 into 2pi to 500 divided by 60. ഇതാണ് V minus IA1 into 1. സെക്കൻഡ് കേസിലെ ബാക്ക് EMF 1.91 into 2pi into 520 by 60. ഈ കേസിലും ടെർമിനൽ വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ ആർമേച്ചർ കറണ്ട് എന്തായി? ഹാഫ് ആയി. ഈ രണ്ട് ഇക്വേഷൻസും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IA1 ബേസിക്കലി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മെഷീനിലെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ രണ്ട് കേസിലെയും കറണ്ട് നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ ഫുൾ ലോഡ് കറണ്ട് ഡ്രോ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് കേസിൽ ടോർക്ക് 50% റെഡ്യൂസ് ആകുമ്പോൾ ആക്ച്വലി കറണ്ടും 50% റെഡ്യൂസ് ആകുമ്പോൾ മനസ്സിലായി. രണ്ട് കേസിലും ടെർമിനൽ വോൾട്ടേജ് സെയിം ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ V സെയിം ആണ്. അപ്പോൾ V മൈനസ് IA1 into RA ആണ് ഫസ്റ്റ് കേസിലെ ബാക്ക് EMF. നമുക്ക് ബാക്ക് EMF കോൺസ്റ്റന്റ് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ റേഡിയൻസ് പെർ സെക്കൻഡ് സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബാക്ക് EMF കിട്ടും. സെക്കൻഡ് കേസിൽ നമുക്ക് ബാക്ക് സ്പീഡ് എന്നിട്ട് RPM. അപ്പോൾ ബാക്ക് EMF കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് കേസിലും ടെർമിനൽ വോൾട്ടേജ് സെയിം ആണ്. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ആർമേച്ചർ കറണ്ട് കിട്ടും 8 amperes. ക്ലിയർ ആണോ അത്? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞല്ലേ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ഇവിടെ നമ്മൾ ഫീൽഡ് വൈൻഡിംഗ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.1 ohm ആണ്. ആർമേച്ചർ ഇൻഡക്റ്റൻസ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് ജനറേറ്റഡ് EMF ഉണ്ടാവും. റേറ്റഡ് ഫീൽഡ് കറണ്ടിൽ അപ്പോൾ ഇത് ഒരു സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് 5ZNP/68 ആ ഒരു കണ്ടീഷൻ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഒരു ജനറേറ്റഡ് EMF ഇവിടെ കിട്ടും ഡിപ്പെൻഡിങ് ഓൺ സ്പീഡ് ആൻഡ് ദ ഫ്ലക്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അറ്റ് റേറ്റഡ് ഫീൽഡ് കറണ്ട് ആൻഡ് റേറ്റഡ് റോട്ടർ സ്പീഡ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 200 ആണ്. അതായത് ഇവിടെ നമ്മൾ ലോഡ് ഒന്ന് കണക്ട് ചെയ്യാണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ റേറ്റഡ് ഫീൽഡ് കറണ്ടിലും റേറ്റഡ് റോട്ടർ സ്പീഡിലും 200 ആണ് വോൾട്ടേജ് വരെ, 200 ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ദ റേറ്റഡ് സ്പീഡിലും
ഹാഫ് ദ റേറ്റ് ഫീൽഡ് കറണ്ട്. ഈ കണ്ടീഷനിൽ ഒരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റേറ്റഡ് ഫീൽഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റഡ് ഫ്ലക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. റേറ്റഡ് റോട്ടർ സ്പീഡ് നമ്മൾ അതിൽ റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പൊ 200 വോൾട്സ് ആണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ഹാഫ് ആക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ, സോറി, ജനറേറ്റഡ് വോൾട്ടേജ് എന്താ വരാം? അതായത് ഹാഫ് ദ റേറ്റഡ് സ്പീഡും ഹാഫ് ദ റേറ്റഡ് ഫീൽഡ് കറണ്ട് വരുമ്പോൾ എന്താണ് ജനറേറ്റഡ് വോൾട്ടേജ് വരിക? കറക്റ്റ് 1/4 ആവും അല്ലെ? അപ്പൊ റേറ്റഡ് അതായത് ഫ്ലക്സ് പകുതിയായി, സ്പീഡ് പകുതിയായി, അപ്പോൾ 1/4 ആവും. അപ്പൊ 50 വോൾട്സ് ആണ് ജനറേറ്റഡ് EMF വരിക. അപ്പൊ ഓപ്പൺ സർക്യൂട്ടിൽ 200 കിട്ടിയത് പിന്നെ ഹാഫ് ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 50 വോൾട്സ് വരും. VF/2 സ്പീഡ്/2 വരും. ഇവിടെ നമുക്ക് 50 വോൾട്സ് വരും. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.1 ഓംസ് വന്നിട്ട് ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1000 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആണ്, അൺചാർജഡ് ആണ്. ഇനീഷ്യൽ വോൾട്ടേജ് 0 ആണ്. ഓക്കെ, ആർമേച്ചർ ഇൻഡക്ടൻസ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട്, കാരണം ട്രാൻസിയൻസിൽ നമുക്ക് ഇൻഡക്ടൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഓർഡർ സർക്യൂട്ട് ആവും. അപ്പോൾ ഇൻഡക്ടൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ ഇത് ഒരു ഫസ്റ്റ് ഓർഡർ RC സർക്യൂട്ട് ആയി. ഓക്കെ, അസ്യൂം ദാറ്റ് സ്പീഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഡ്യൂറിംഗ് ദ ട്രാൻസിയന്റ്. അതായത് ട്രാൻസിയന്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്താവും? 50 വോൾട്സ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സ്പീഡ് ചേഞ്ച് ചെയ്താൽ ജനറേറ്റ് EMFന്റെ കാര്യം മാറും. നമ്മൾ ആ ഒരു ട്രാൻസിയൻ സമയത്ത് സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല, ഫീൽഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു 50 വോൾട്ടിന്റെ കോൺസ്റ്റന്റ് DC സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് കപ്പാസിറ്റർ 25 വോൾട്ട് എത്താന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ഫസ്റ്റ് ഓർഡർ RC സർക്യൂട്ട്. ഫൈനൽ വാല്യൂ ആണ് 25 × 50 × 1 - e⁻ t/2. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കൊടുക്കും 69.3 മൈക്രോസെക്കൻഡ്സ്. ഓക്കെ, ക്ലിയർ ആണോ?